അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരാൾക്ക് കടം കൊടുത്തു. കടം തിരിച്ചടക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അയാളുടെ വീട്ടിന്റെ സമീപത്തെത്തി. മുറ്റത്ത് നിന്നിട്ട് അയാളെ വിളിച്ചു. അപ്പൊ അയാൾ ഡോറിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, കടം തിരിച്ചടക്കാനുള്ള ഡേറ്റ് ആയതുകൊണ്ടായിരിക്കുമല്ലോ അല്ലേ? അതെ, അത് ഞാൻ അടക്കും, ഇപ്പോൾ തന്നെ വേണമെങ്കിൽ തരാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെന്താ ഈ വെയിലത്ത് മുറ്റത്ത് നിൽക്കണത്? ഒരു അന്യനെ പോലെ കയറൂ, വീട്ടിന്റെ ഉള്ളിൽ കയറുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ തണലിൽ നിൽക്കൂ. അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ പ്രതികരണം, വേണ്ട. എന്തേന്ന് വെച്ചു, ഞാൻ നിങ്ങൾക്ക് തന്ന പണം നിങ്ങൾ എനിക്ക് തിരികെ തരും, അത് മതി. ഉദാഹരണം 10,000 ദിർഹമാണെങ്കിൽ 10,000 ദിർഹം എനിക്ക് തിരിച്ചു തരും, അത് മതി. അതിന്റെ കൂടെ നിങ്ങളുടെ വീടിന്റെ തണല് കൂടി ഞാൻ അനുഭവിച്ചാൽ 10,000 പ്ലസ് തണൽ ഇങ്ങോട്ട് കിട്ടുമല്ലോ, അത് പലിശയാവോ എന്നൊരു പേടിയുണ്ട്, ഞാൻ ഇവിടെ നിന്നോളാം. ഈ അബൂ ഹനീഫ തങ്ങളുടെ മുമ്പിലേക്ക് നമ്മളൊക്കെ മഹ്ശറിൽ പോകേണ്ടത്. കൗലും ഖീലും ഒക്കെ പിടിച്ച് ന്യായാന്യായങ്ങളിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കുറെ കൂടി സാമ്പത്തിക വിഷയത്തിൽ സൂക്ഷ്മത പുലർത്തി ജീവിക്കലാണ് അള്ളാഹുവിന്റെ അടിമ എന്ന നിലയിൽ നല്ലതെന്ന് ഇമാം ഷഹറാനി റഹിമഹുള്ളയുടെ അൽ അൻവാറുൽ ഖുദ്സിയ ഫി ആദാബിൽ ഉബൂദിയ്യ എന്ന ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പലിശയുമായി ഒരു ബന്ധവും നമുക്ക് ഉണ്ടാവാനേ പാടില്ല.